യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു പടി കൂടെ കടന്ന് മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഞാൻ ആദ്യമേ കാണിച്ച വീഡിയോ ആണ്. പല മൂന്നാം ലോക മഹാരാജ്യങ്ങളിൽ നിന്നും, അതായത് ഒരു നേരത്തെ റൊട്ടി കിട്ടാത്ത, കുനിനിന്ന ബോംബ് പൊട്ടുന്ന, സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അവകാശമില്ലാത്ത പല രാജ്യങ്ങളിൽ നിന്നും കൈ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് അഭയാർത്ഥികളായി പലരും യൂറോപ്പിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവർ സ്വാഗതവും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം സ്വന്തം മതം വേണം, മത നിയമം വേണം എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് പലരും സമരം ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ആദ്യമേ കാണിച്ചത്. അഭയാർത്ഥികളായാലും സ്റ്റുഡന്റ് വിസയിൽ പോകുന്നവരായാലും ജോലിക്ക് പോകുന്നവരായാലും യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്, നല്ല സാലറി കിട്ടുന്നതിന് വേണ്ടിയാണ്, നല്ല നിയമം ഉള്ളത് കൊണ്ട്. അതല്ലാതെ ഇവരാരും തിരഞ്ഞെടുക്കുന്നത് സിറിയയോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒന്നുമല്ല. ഇവരെല്ലാം തിരഞ്ഞെടുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ. എന്നാൽ യൂറോപ്യൻ രാജ്യത്ത് വന്നിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കുനിഞ്ഞു നിന്നാൽ എല്ലാം അടിച്ചോണ്ട് പോകുന്നൊരവസ്ഥ, മോഷണങ്ങൾ പെരുകുന്നു, വലിയ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം കണ്ട് സഹികെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ യൂറോപ്പിലുള്ള ജനങ്ങൾ. ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്. ഈ പാലസ്തീൻ അനുകൂലികളായിട്ടുള്ള പലരും ഇപ്പം ന്യൂയോർക്കിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയാലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടക്കുന്നത്. അത് സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് അവിടുത്തെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ UAE പോലുള്ള രാജ്യങ്ങളിൽ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികളെ അവര് നാട് കടത്തുന്നത് നമുക്ക് കാണാം. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടുന്ന നാട്ടിൽ കുട്ടിച്ചോറാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടിതരായ യൂറോപ്പിൽ കൂടിയേറി ഒരു മിനി പഞ്ചാബ് ആക്കാനും, മിനി കറാച്ചി ആക്കാനും, മിനി അഫ്ഗാനിസ്ഥാൻ ആക്കാനും, മിനി സിറിയ ആക്കാനുമാണ് ഇപ്പോൾ അവരെല്ലാം അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നും ഇന്ത്യക്കാർ തന്നെയാണ് ഇവർ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരാറുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് വരാറുണ്ട്. കൃത്യമായ രീതിയിൽ നമ്മൾ സാലറി കൊടുക്കാറുണ്ട്, അവർക്ക് ആഹാരം കൊടുക്കാറുണ്ട്, നമ്മൾ സ്നേഹിക്കാറുണ്ട്. അതേസമയം വായിൽ പാൻപരാഗിട്ടിട്ട് നമ്മുടെ കവിളി തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ എന്താവും? ഈ റിയാക്ഷനാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് നിലനിൽപ്പില്ലാതെ അഭയാർത്ഥികളായും സ്റ്റുഡന്റ് ആയിട്ടും തൊഴിലിന് വേണ്ടിയൊക്കെ യൂറോപ്പിലേക്ക് വന്നവർ ആ രാജ്യത്തെ കൾച്ചർ നശിപ്പിക്കാനും ആ രാജ്യത്തെ നിയമം അനുസരിക്കില്ല എന്നുള്ള നിലപാടെടുക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിനോ പാലസ്തീനോ ഇസ്രയേലിനോ വേണ്ടി ജയ് വിളിക്കാനുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്ത് മടങ്ങിപ്പോയിട്ട് ജയ് വിളിക്കുക, സിന്താബ വിളിക്കുക. സ്വന്തം രാജ്യത്ത് തിരിഞ്ഞു പോയിട്ട് നിങ്ങൾ കോളനി ഉണ്ടാക്കുക. മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി കഴിഞ്ഞാൽ ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കുക. സിമ്പിളാണ് കാര്യം. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക.